ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2024 റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ കൾട്ട് കില്ലർ എന്ന ഒരു മൂവിയാണ്. ഇതൊരു അമേരിക്കൻ ക്രൈം ത്രില്ലർ മൂവിയാണ്. നായകന്റെ മരണത്തിന് കാരണക്കാരാരാണെന്ന് അന്വേഷിച്ചിറങ്ങുന്ന നായിക. ഒടുവിൽ നായിക ഇതിന് കാരണക്കാരായവരെ കണ്ടുപിടിക്കുവോ, അവരോട് പ്രതികാരം വീട്ടുവോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന ഒരു കിടുക്ക മൂവിയാണിത്. അപ്പൊ ഈ മൂവിന്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ആക്കാതെ കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗിൽ ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ ആയ മൈക്കിൾ എന്ന് പറയുന്ന നായകനെ കാണിക്കുന്നു. നായകൻ ഇപ്പൊ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ബാറിലേക്ക് വന്നിരിക്കുകയാണ്. ഈ ബാറിലിരിക്കുന്ന ഈ വ്യക്തിയെ ഫോളോ ചെയ്താണ് നായകൻ വന്നിരിക്കുന്നത്. അങ്ങനെ അയാളെ ഗേൾഫ്രണ്ടിന്റെ കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ നായകൻ അയാളെ കാണാതെ എടുക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഗതികേടിന് ആ കാര്യം അയാളെ കണ്ടു. അങ്ങനെ അയാൾ നായകന്റെ അടുത്തേക്ക് വന്ന് എന്തിനാ ഞങ്ങളുടെ ഫോട്ടോ എടുത്തതെന്ന് ചോദിച്ച് നായകനുമായിട്ട് വഴക്കുണ്ടാകുന്നു. ഈ സമയം ബാറിലുണ്ടായിരുന്ന ഒരു പെണ്ണ് ഇത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് സംസാരിച്ച് ആ പ്രശ്നം ഒതുക്കി വിടുവാണ്. ഈ പെണ്ണാണ് നമ്മുടെ മൂവിലെ നായിക. അങ്ങനെ അവളുടെ ആ ക്യാരക്ടർ കൊണ്ട് നായകൻ അവളെ വല്ലാതെ ബോധിക്കുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവള് തിരികെ പോകുന്ന സമയം നായകൻ പുറകെ ചെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് അവനവളെ ഇഷ്ടമായി എന്നുള്ള കാര്യം പറയുന്നു. അതോടുകൂടി ആ സീനോടെ കട്ടാക്കുവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടുന്ന് ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ടാണ്. നമ്മുടെ നായകൻ എന്തോ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണത്തിലാണ്. സോ അത് റിലേറ്റ് ചെയ്ത് നായകൻ അവന്റെ ഫ്രണ്ടായ ഒരു ഇൻസ്പെക്ടറെ കണ്ട് അയാളോട് സംസാരിച്ച് ഒരു ഹോട്ടലിനകത്ത് നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അങ്ങനെ എന്തോ കേസിന്റെ കാര്യങ്ങളൊക്കെ കുറെ നേരം സംസാരിച്ചിട്ട് ആ ഇൻസ്പെക്ടറോട് നിന്ന് പോകുന്ന സമയം നായകൻ അവിടെയുള്ള വഴിയിലൂടെ ഒറ്റയ്ക്ക് അങ്ങനെ നടന്നു പോവാണ്. ഈ സമയം പുറകെ ഒരു പെണ്ണ് ഓടി വന്ന് നായകനെ വഴിയിൽ വെച്ച് ആക്രമിക്കുന്നു. അതിനൊടുവിൽ ഒരു കത്തി വെച്ച് നായകന്റെ നെഞ്ചി കുത്തി അവൾ അവിടെ വെച്ച് അവനെ കൊല്ലുകയും ചെയ്യുവാണ്. എന്നിട്ട് നായകന്റെ ഫിംഗർ പ്രിന്റ് വെച്ച് നായകന്റെ ഫോൺ ഓപ്പൺ ആക്കുന്നു. അതുപോലെ പോക്കറ്റിൽ കിടന്ന നായകന്റെ റൂമിന്റെ കീ എടുത്ത് അവൾ അവിടുന്ന് പോവുകയും ചെയ്യുന്നു. അടുത്ത സീനിൽ വീട്ടിലുള്ള നായകനെ കാണിക്കുവാണ്. നായകൻ മരിച്ചു എന്നുള്ളൊരു വിവരം ഇപ്പൊ നായകനെ ആരോ വിളിച്ചറിയിക്കുന്നു. അങ്ങനെ ഈ കാര്യം അറിഞ്ഞ് നായിക ആകെ തകർന്നു പോകുന്നു. അങ്ങനെ അവൾ പൊട്ടിക്കരയുവാണ്. ഇന്ന് നായകനെ കണ്ടപ്പോ തന്നെ നായകൻ അവന്റെ മനസ്സിലെ ഇഷ്ടം അവളോട് തുറന്നു പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ അവര് തമ്മിൽ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ 5 കൊല്ലവും അവരൊരുമിച്ചായിരുന്നു താമസം. അങ്ങനെ ഇത്ര നാളും കൂടെ ഉണ്ടായിരുന്ന ഒരാളാണല്ലോ മരിച്ചത്. അങ്ങനെ ആ ഒരു സാഡ്നസ് കൊണ്ടാണ് നായിക ഇങ്ങനെ കരയുന്നത്. അങ്ങനെ ഇവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്തെ ചില നിമിഷങ്ങളെല്ലാം ഓർത്ത് അങ്ങനെ ആ ഒരു ഫീലോട് കൂടി തന്നെ നായിക പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഈ സമയം നായകൻ ലാസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന ആ കേസിനെ പറ്റിയില്ല ഇൻസ്പെക്ടർ നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ആ കേസുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ തന്നെയാവണം അവനെ ഈ രീതിയിൽ കൊല്ലപ്പെടുത്തിയത്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് അവർ പറയുന്ന സമയം ശരി അദ്ദേഹം ലാസ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്ന കേസ് ഇനി ഞാൻ അന്വേഷിക്കാമെന്ന്. അങ്ങനെ അവർ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടേക്ക് ഒരു വക്കീൽ വരുവാണ്. ഈ വക്കീലായിരുന്നു നായകൻ ആ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ആ വക്കീൽ ചോദിക്കുന്നത് എന്താ എന്റെ കേസിന്റെ പ്രോഗ്രസ് എന്ന്. ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർ പറയാണ് നിങ്ങളുടെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് എന്റെ ഒരു ഫ്രണ്ട് ആയിരുന്നു. ആ കേസ് അന്വേഷണത്തിന്റെ ഇടയിൽ അവൻ കൊല്ലപ്പെട്ടു. സോ ഇനി ആ കേസ് അന്വേഷിക്കാൻ പോകുന്നത് അവന്റെ ഭാര്യയായ ഈ ലേഡിയാണ്. അങ്ങനെ ഈ കാര്യവും പറഞ്ഞ് ഇൻസ്പെക്ടർ നായകനെ കാട്ടിക്കൊടുക്കുന്ന സമയം ആ വക്കീലാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇറങ്ങി പോകുന്നു. അടുത്ത സീനിൽ അയാളുടെ അസിസ്റ്റന്റിനെ കണ്ടിട്ട് ഇന്നപോലെ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഇനി ആ കേസ് അന്വേഷിക്കാൻ പോകുന്ന നായകനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് അറിയണം, അത് അന്വേഷിച്ച് വരണം എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. നായകന്റെ കൂടെ നായിക കൂടിയതിനു ശേഷം നായകൻ അവനെ പോലെ തന്നെ ഒരു ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് നായകനെ മാറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നായിക എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയി എന്നുള്ള ഒരു നിമിഷം വരുന്ന സമയത്ത് അവനാണെങ്കിൽ അവന്റെ ഒരു ഗണ്ണും നായികയ്ക്ക് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നായിക ആ കാര്യങ്ങളെല്ലാം ആലോചിച്ചിരിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കുന്നു. അടുത്ത സീനിൽ വീണ്ടും പ്രസന്റിലേക്ക് വരുന്നു. ലാസ്റ്റ് സീനിൽ ആ വക്കീല് അവന്റെ അസിസ്റ്റന്റിനോട് നീ ആ കേസ് അന്വേഷിക്കാൻ പോകുന്ന നായികനെ പറ്റി ശരിക്കും ഒന്ന് അന്വേഷിക്കാൻ പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ നായികനെ പറ്റി അന്വേഷിച്ച അസിസ്റ്റന്റ് വക്കീലിന്റെ അടുത്ത് വന്ന് കണ്ടുപിടിച്ച കാര്യങ്ങൾ പറയുകയാണ്. ടീനേജ് പ്രായം ഉണ്ടായിരുന്ന സമയത്ത് നായികനെ അവളുടെ മുത്തശ്ശൻ സെക്ഷലി ഒരുപാട് അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അന്നു മുതലേ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു അവള്. പിന്നീട് പതിയെയാണ് അവളുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നത്. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നായകന്റെ കൂടെയായിരുന്നു അവളുടെ താമസം, നായകന്റെ ഭാര്യയായിട്ട്. ആ കാലയളവാണ് അവൾ അവളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്. അത് മാത്രമല്ല ആ കാലയളവില് നായകൻ അവളെ ഒരു പക്ക ഇൻവെസ്റ്റിഗേറ്റർ ആയിട്ട് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവർ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ആ സീനോടെ കട്ടാക്കി അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു. ഇപ്പൊ അവിടുത്തെ ഇൻസ്പെക്ടർ നായകന്റെ കൊലനെ പറ്റിയുള്ള കുറെ കാര്യങ്ങളെല്ലാം നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുവാണ്. ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയതാണ്. നായകന്റെ ഫോണും റൂമിന്റെ കീയും മിസ്സിംഗ് ആണ്. മിക്കവാറും അത് കില്ലർ എടുത്തുകൊണ്ട് പോയതാവണം. ഇത് കേട്ട നായിക പറയുകയാണ് ഇപ്പൊ അദ്ദേഹം അന്വേഷിച്ചുകൊണ്ടിരുന്ന കേസ് വന്നപ്പോഴേ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അറിയില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു. ഹെൽപ്പിന് ഞാനും കൂടാന്ന് പറഞ്ഞതാണ് ഞാൻ. എന്നാൽ അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. ഫുൾ ഫോക്കസ് ആ കേസിലേക്ക് മാറ്റാൻ വേണ്ടി അദ്ദേഹം ഇവിടെയുള്ള ഹോട്ടലിലായിരുന്നു താമസം. നമുക്ക് ആ ഹോട്ടൽ മുറി വരെ ഒന്ന് പോയി നോക്കിയാലോ, അവിടെ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടിയാ അത് ഈ കേസിന് സഹായകരമാവില്ലേ. ഇത് കേൾക്കുന്ന ഇൻസ്പെക്ടർ എന്നാ ശരി നമുക്ക് പോയി നോക്കാന്ന് പറഞ്ഞ് നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ അവിടേക്ക് ചെല്ലുന്നു. അങ്ങനെ ആ റൂം മുഴുവൻ അരിച്ചു പെറുക്കുവാണ്. എന്നാൽ പ്രത്യേകിച്ച് അവർക്ക് അവിടെ നിന്ന് ഒന്നും തന്നെ കിട്ടുന്നില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവർ അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടെ അടുത്തുള്ള മറ്റൊരു ബിൽഡിംഗിൽ നിന്ന് നായകനെ കൊന്ന ആ കില്ലറില്ലേ അവൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നതായിട്ട് കാണിക്കുന്നു. അതുപോലെ നായകന്റെ ഫോണിൽ നിന്ന് നായകന്റെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുകയും ചെയ്യുവാണ്. അടുത്ത സീനിൽ നായകൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നായകൻ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആ കേസില്ലേ ആ കേസിന്റെ കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഇറങ്ങുവാണ്. അതൊരു കൊലപാതക കേസായിരുന്നു. ആ ക്രൈം നടന്നത് വലിയൊരു ഹോട്ടലിൽ വെച്ചു. അങ്ങനെ ഇപ്പൊ ആ ഹോട്ടലില് ആ സംഭവം നടന്ന സ്ഥലത്തേക്ക് നായിക കേസിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി എത്തുവാണ്. അങ്ങനെ ഇപ്പൊ സംഭവം നടന്ന മുറി തുറന്ന് നായിക അവിടെ മുഴുവൻ അന്വേഷിക്കുന്നു. ഈ സമയം നായിക അവിടെ ഒരു സീക്രട്ട് റൂം കാണുവാണ്. അത് തുറന്നു നോക്കുന്ന സമയത്ത് അതിലാരോ ബന്ധിച്ചിട്ട പോലെ ഒരു ചങ്ങലെല്ലാം കാണുന്നു. അങ്ങനെ നായിക അതിന്റെ ഫോട്ടോ എടുത്ത് പെട്ടെന്ന് തന്നെ ഇൻസ്പെക്ടർക്ക് അയച്ചു കൊടുക്കുവാണ്. എന്നിട്ട് ഇന്നപോലെ അയാളെ കോൾ ചെയ്ത് നായിക കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. അറ്റ് ദ സെയിം ടൈം നായകന്റെ ശരീരത്തിലേക്ക്
ആരോ ലേസർ ഗൺ പോയിന്റ് ചെയ്യുവാണ്. നോക്കുന്ന സമയത്ത് അത് മറ്റാരുമല്ല, നായകനെ കൊന്നു കളഞ്ഞ കില്ലറായിരുന്നു, ആ പെണ്ണായിരുന്നു. അങ്ങനെ ഇപ്പൊ അവളെ കണ്ട് നായിക ആകെ ഷോക്കാവുന്നു. അങ്ങനെ നായിക ഇൻസ്പെക്ടറോട് ആ കാര്യങ്ങളൊന്നും പറയാതെ ഞാൻ തിരിച്ചു വിളിക്കാമെന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. നായിക പറയുന്നത് കേട്ടപ്പോ തന്നെ അവൾക്ക് എന്തോ ഒരു ആപത്ത് പറ്റിയെന്നുള്ള കാര്യം ഇൻസ്പെക്ടർ മനസ്സിലാക്കുന്നു. ഇതേ സമയം കില്ലറെ നായികനെ കാണിക്കുന്നു. കില്ലർ ഇപ്പൊ നായികനോട് പറയാണ്, എന്നെ ആക്രമിച്ച് ഇവിടുന്ന് കടന്നു കളയാന്ന് വിചാരിക്കണ്ട, അതൊട്ടും പോസിബിൾ അല്ല. ഈ സമയം നായിക, നീ ആരാ, നിനക്ക് എന്താ വേണ്ടേന്ന് ചോദിക്കുന്നു. അപ്പൊ അവൾ പറയാണ്, എന്റെ പേര് ജെമി. ശരി, നീയാണ് എന്റെ ഭർത്താവിനെ കൊന്നത്. ഇങ്ങനെ നായിക ചോദിക്കുന്ന സമയത്ത് ജെമി അതെ എന്ന് പറയുന്നു. അപ്പൊ നായിക എന്തിനെന്ന് ചോദിക്കുമ്പോൾ അതൊരു തെറ്റിദ്ധാരണയായിരുന്നു, എന്റെ ഭർത്താവ് ഒരു ദുഷ്ടനാണെന്ന് ഞാൻ കരുതി. ഇത് കേട്ട നായിക പറയാണ്, എന്റെ ഭർത്താവ് ഇന്നേ വരെ ആരെ അറിഞ്ഞുകൊണ്ട് ദ്രോഹിച്ചിട്ടില്ല. അങ്ങനെ ഒരു വ്യക്തിനെ കൊന്നു കളഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടും, നീ കരുതണ്ട. ഇത് കേട്ട ജെമി പറയുകയാണ്, ഞാനും നീയൊക്കെ ഒരേ അവസ്ഥയിലാണ്, നമ്മളെ രണ്ടുപേരും ബാധിക്കപ്പെട്ടവരാണ്. ഇതിന് വലിയ തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കാര്യങ്ങളെല്ലാം നിനക്ക് ബോധ്യപ്പെടും, അപ്പൊ നിനക്കെന്നെ മനസ്സിലാവുന്നൊക്കെ ജെമി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ നായിക അവിടെ എന്തോ ആപത്തിലാണെന്ന് മനസ്സിലാക്കിയ ആ ഇൻസ്പെക്ടർ പോലീസുകാരും കൂട്ടിക്കൊണ്ട് അവിടേക്ക് എത്തുവാണ്. അങ്ങനെ ഇപ്പൊ വെളിയിൽ നിന്ന് പോലീസ് വണ്ടിയുടെ സൈറനെല്ലാം കേൾക്കുന്ന സമയം ജെമി ആണെങ്കിൽ നമുക്ക് വീണ്ടും കാണാം, അപ്പൊ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങനെ രക്ഷപ്പെടുന്നു. അടുത്ത സീനിൽ മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. നായികയായിട്ട് ജീവിക്കാൻ തുടങ്ങിയതിനു ശേഷം നായികയുടെ ചെറുപ്പത്തില് അവൾക്കൊരു സെക്ഷൽ അബ്യൂസ് നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ കാര്യങ്ങൾ അറിഞ്ഞ് നായകൻ അതിനെ പറ്റി ചോദിക്കുവാണ്. ശരിക്കും അവളുടെ സ്റ്റെപ്പ് ഗ്രാൻഡ് ഫാദർ ആണ് അവളുടെ ആ ഒരു തെറ്റ് ചെയ്തത്. ഒരു ഘട്ടത്തിൽ അത് സഹിക്കാനാവാതെ വന്നപ്പോ അയാൾക്ക് ഒരു നല്ല തിരിച്ചടിയും കൊടുത്തിട്ടാണ് നായിക അവിടെ നിന്ന് രക്ഷപ്പെട്ടത്. അങ്ങനെ ഇപ്പൊ ആ ഫ്ലാഷ് ബാക്ക് എല്ലാം കെട്ടായി പ്രസന്റിലേക്ക് വരുന്നു. നായിക അവളുടെ മുറിയിൽ അങ്ങനെ കിടക്കുന്ന സമയം അവളുടെ ഫോണിലേക്ക് നായകന്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നു. ഈ കോൾ കാണുമ്പോൾ തന്നെ നായികയ്ക്ക് മനസ്സിലാവുന്നുണ്ട് വിളിച്ചിരിക്കുന്നത് ജെമിയാണെന്ന്, അതായത് നായകന്റെ കില്ലറാണെന്ന്. അങ്ങനെ നായിക കോൾ അറ്റൻഡ് ചെയ്യുന്നു. ഈ സമയം ജെമി കോളിൽ പറയുന്നത് എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിൽ നായികയ്ക്ക് സംഭവിച്ച പോലത്തെ ഒരു അബ്യൂസ് ഈ ജെമിക്ക് നടന്നിട്ടുണ്ട്. അതാണ് ജെമി ലാസ്റ്റ് സീനില് നായികനെ കണ്ടപ്പോ ഞാനും നീ ഒരേപോലെ ബാധിക്കപ്പെട്ടവരാണ് ഇങ്ങനെ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞ നായിക ശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിക്കുന്നു. ആ ഒരു സംഭവത്തിന് ശേഷം അവിടെ നിൽക്കാതെ ആ നാട് ഉപേക്ഷിച്ച് ഞാൻ ഈ നഗരത്തിലേക്ക് എത്തി, ജീവിക്കാൻ വേണ്ടി പിച്ചെടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്നെ ഒരു പണക്കാരി ലേഡി കാണുന്നത്. അങ്ങനെ കയറ്റം തോന്നി അവര് എന്നെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ജെമി ഈ കാര്യങ്ങളെല്ലാം നായികയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന അതേ സമയം തന്നെ ജെമി പറഞ്ഞ ആ പണക്കാരി ലേഡിനെയും അവരുടെ ഭർത്താവിനെയും കാണിക്കുന്നു. നായകനെ കൊണ്ട് ആ കേസ് അന്വേഷിപ്പിക്കുന്ന ആ വക്കീലില്ലേ, ആ വക്കീലിന്റെ ക്ലയൻസ് ആണ് ഇവര്. ശരിക്കും നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവര് പറഞ്ഞിട്ടാണ് വക്കീൽ ആ കേസ് നായകനെ കൊണ്ട് അന്വേഷിപ്പിച്ചത്. അടുത്ത സീനിൽ വീണ്ടും ജെമിനെ നായകനെയും കാണിക്കുന്നു. ഇപ്പോഴും ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരി, ആ പണക്കാരൻ നിന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോയതിനു ശേഷം പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് നായിക ചോദിക്കുമ്പോൾ ജെമി പറയാൻ തുടങ്ങുന്നു. ആ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവൾക്ക് കഴിക്കാൻ ഭക്ഷണവും വേണ്ട സൗകര്യങ്ങളെല്ലാം ആ ലേഡി ചെയ്തു കൊടുത്തു. എന്നാൽ കുറച്ചു നാളങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ ലേഡി അവളെ ആ വീട്ടിലിട്ട് ക്രൂരമായി ടോർച്ചർ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ആ ഒരു കാര്യം കൊണ്ടാണ് അവരുടെ കൂടെ വന്ന ഒരാളെ എനിക്ക് കൊല്ലേണ്ടി വന്നത്. അങ്ങനെ ആ വ്യക്തിനെ കൊന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ പണക്കാരി ലേഡി അവരുടെ ഭർത്താവും കൂടി വക്കീലിന് കേസ് കൊടുത്തു. വക്കീലത് അന്വേഷിക്കാൻ വേണ്ടി നായകനെ ഏൽപ്പിച്ചു. ഈ കാര്യങ്ങളെന്ന് പറയുന്നത് നായകൻ ആ കേസിൽ വന്നു പെട്ടതാണ്. അപ്പൊ നായകനും അവരുടെ കൂടെയുള്ള ഒരു ദുഷ്ടനായിരിക്കും എന്ന് വിചാരിച്ചാണ് നായകനെ ജെമി കൊന്നു കളഞ്ഞത്. എന്നാൽ ഇപ്പൊ ജെമിക്ക് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു, അതായത് നായകൻ ഒരു ദുഷ്ടനല്ല എന്ന്. ആ കേസ് അവര് പറഞ്ഞതിനനുസരിച്ച് അവർക്ക് അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കാൻ വേണ്ടി വന്ന ഒരു ഡിറ്റക്റ്റീവ് മാത്രമായിരുന്നു എന്ന്. എന്നാൽ ഇപ്പൊ ജെമിക്ക് ആ വക്കീലും ആ പണക്കാരി അവളുടെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരോടും ദേഷ്യമുണ്ട്. അവരെ എനിക്ക് തീർക്കണം, ഞാൻ തീർക്കുമെന്നും പറഞ്ഞ് ജെമി ഇപ്പൊ കോളും കട്ട് ചെയ്യുന്നു. അടുത്ത സീനിലെ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ നായിക ഇൻസ്പെക്ടറെ കണ്ട് അയാളോട് ഷെയർ ചെയ്യുന്നു. ഇതെല്ലാം കേൾക്കുന്ന ഇൻസ്പെക്ടർ അവളെ കോൾ ചെയ്യാൻ പറയുവാണ്. അങ്ങനെ ഇപ്പൊ നായിക അവളെ കോൾ ചെയ്യുന്നു. എന്നിട്ട് അവളോട് അവർ സംസാരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്, നിന്നോട് അവർ തെറ്റ് ചെയ്തവര് തന്നെയാണ്, അവരെന്തായാലും ശിക്ഷ അനുഭവിച്ചെത്തിയിരിക്കും. പക്ഷെ നീ അവരെ ശിക്ഷിക്കാൻ തുടങ്ങിയാൽ അത് നിനക്ക് നാശം മാത്രമേ ഉണ്ടാക്കുള്ളൂ. അതുകൊണ്ട് നീ പോലീസിൽ വന്ന് കീഴടങ്ങ്, സംഭവിച്ച കാര്യങ്ങളെല്ലാം തുറന്നു പറയും. അങ്ങനെയാണെങ്കിൽ പോലീസുകാർ ആ കേസിന് പിറകെ പോയി അവൾക്ക് വേണ്ട ശിക്ഷ വാങ്ങിക്കൊടുത്തോളും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന ജെമി അതിന്റെ ആവശ്യമില്ല, അവർക്ക് വേണ്ട ശിക്ഷ ഞാൻ തന്നെ കൊടുത്തോളാം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഇതേ സമയം ഇപ്പൊ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്ന നമ്മുടെ നായിക അവളുടെ കയ്യിൽ അവരെ പെടുന്നതിന് മുമ്പേ അവരെ പിടികൂടാന്ന് വിചാരിച്ച് അവരെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുവാണ്. നായിക ഈ കേസിലേക്ക് ഇറങ്ങിയെന്ന് ഓൾറെഡി ആ വക്കീലിന് അറിയാലോ. കേസ് നായിക അന്വേഷിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവന്ന ഇവരുടെ കള്ളക്കളികളെല്ലാം തീരുമാനമാവും. അങ്ങനെ ആ ഒരു പേടി മനസ്സിൽ കിടക്കുന്നുണ്ട്. ആ വക്കീൽ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ കുറച്ച് ആൾക്കാരെ നായകന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവർ നായകന്റെ അടുത്തേക്ക് എത്തി നായകനെ ആക്രമിക്കാൻ തുടങ്ങുന്ന സമയത്ത് നായിക അവരോട് ഫൈറ്റ് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. ഈ സമയത്താണ് മറ്റൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നായകനെ ഒരു പക്ക ഡിറ്റക്റ്റീവ് ആക്കി തീർക്കാൻ വേണ്ടി നായകൻ ഒരുപാട് ട്രെയിനിങ് എല്ലാം കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ. അതിന്റെ കൂടെ നായകൻ അവളെ ഫൈറ്റിംഗും പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈറ്റ് എല്ലാം ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നായിക വരാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ കറക്റ്റ് ആയിട്ട് അവിടേക്ക് ജിമ്മി എന്ന് പറയുന്ന ആ പെണ്ണു എത്തുവാണ്. അങ്ങനെ അവളെ നായകനെയും കൂട്ടിക്കൊണ്ട് നേരെ അവളുടെ മുറിയിലേക്ക് വരുന്നു. അവര് നിയമത്തിന് മുമ്പിൽ മാത്രം വിട്ടിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ. എന്നെ ടോർച്ചർ ചെയ്ത പോലെ അവർ ഒരുപാട് പെൺകുട്ടികളെ എങ്ങനെ പിടിച്ചോണ്ട് വന്ന് ടോർച്ചർ ചെയ്യാറുണ്ട്. ചുമ്മാ അവര് 2-3 കൊല്ലം ജയിലിൽ പിടിച്ചിട്ടുണ്ട്. ഇനിയൊരു മാറ്റം വരാൻ പോകുന്നില്ല. അവരർഹിക്കുന്നത് മരണശിക്ഷയാണ്. അതെനിക്ക് കൊടുക്കാൻ അറിയാം, ഞാനത് കൊടുക്കുകയും ചെയ്യുന്നൊക്കെ ഈ സമയത്ത് ജിമ്മി പറയുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട നായിക അടുത്ത ദിവസം ആ വക്കീലിന്റെ അസിസ്റ്റന്റ് ഇല്ലേ ആ ലേഡിനെ പോയി മീറ്റ് ചെയ്ത് ഈ കേസിൽ അവർക്കുള്ള ഇൻവോൾവ്മെന്റ് അല്ല കറക്റ്റ് ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കുവാണ്. ആദ്യമൊക്കെ അവർ പറയാൻ മടിക്കുന്നുണ്ടെങ്കിലും നായിക തോക്കുമായിട്ട് വരട്ടുമ്പോ അവള് തത്ത പറയുന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അങ്ങനെ ഇപ്പൊ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിനു ശേഷം നമ്മുടെ നായികയാണെങ്കിൽ ഇതിനെല്ലാത്തിനെയും പോലെ കളിക്കുന്ന ആ പണക്കാരി ലേഡിനെയും അവളുടെ ഭർത്താവിനെയും കാണാൻ വേണ്ടി അവിടേക്ക് എത്തുവാണ്. ഓൾറെഡി അവരെ തീർക്കാൻ വേണ്ടി ജെമി ആണെങ്കിൽ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്താണ് നമ്മുടെ നായിക അവിടേക്ക് വരുന്നത്. എന്തായാലും നായിക നിൽക്കുമ്പോൾ അവരെ ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം നായിക തീർച്ചയായിട്ടും തടയും. അതുകൊണ്ട് തന്നെ ജെമി അവളെ മാറി നിൽക്കുന്നു. ഈ സമയം നായികയാണെങ്കിൽ അവൾ അറിഞ്ഞ കാര്യങ്ങളെ പറ്റി എല്ലാം അവരോട് ചോദിക്കുവാണ്. അങ്ങനെ നായിക ചോദിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം കേട്ട് ആ പണക്കാരി ലേഡി അവളുടെ ഭർത്താവും വളരെ അഹങ്കാരത്തോടു കൂടിയാണ് നായികയോട് സംസാരിക്കുന്നത്. അതിനുശേഷം നായികയ്ക്ക് ഒരു വാല്യൂ കൊടുക്കാൻ
കൊടുക്കാതെ അവരവിടുന്ന് കാറ് കയറി പോവുകയും ചെയ്യുന്നു. അപ്പൊ നായിക അവിടുന്ന് തിരിച്ചു പോകുന്നുണ്ടെങ്കിലും അവരെ തീർക്കാൻ വേണ്ടി അവിടേക്ക് എത്തിയ ജെമി ആണെങ്കിൽ ഈ അവസരം വിട്ട് കളയുന്നില്ല. അവര് പോകുന്നതിന് പുറകെ അവളും പോവുകയാണ്. അങ്ങനെ പണക്കാരി ലേഡി അവളുടെ ഭർത്താവും കൂടി ഒരു സ്ഥലത്തെത്തി അവിടെ കൂടി ഇങ്ങനെ സംസാരിച്ച് നടക്കുന്ന സമയം അവരുടെ പുറകെ അവരറിയാതെ അവിടേക്ക് എത്തിയ ജെമി ആണെങ്കിൽ അവിടെ വെച്ച് അവരെ ആക്രമിക്കാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നു. ഈ സമയം പണക്കാരി ലേഡി ഇതെങ്ങനെയോ കാണുന്നുണ്ട്. അങ്ങനെ ഭർത്താവിനെ അവളുടെ അടുത്തേക്ക് തള്ളിവിട്ട് ആ ലേഡി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. അയാളെങ്കിൽ അയാളെ തീർക്കാലോ എന്ന് വിചാരിച്ച് നായിക അവിടെ വെച്ച് അയാളെ ആക്രമിച്ച് കൊല്ലുന്നു. ഇതേ സമയം തന്നെ ആ പണക്കാരി ലേഡി എന്താ ചെയ്യുന്നതെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്ത ടാർഗറ്റ് താനാണെന്ന് മനസ്സിലാക്കി കാറിൽ നിന്ന് ഒരു പെപ്പർ സ്പ്രേ എടുത്തോണ്ട് വന്ന് അവളുടെ കണ്ണിലടിക്കുന്നു. അങ്ങനെ കണ്ണ് കാണാതെ അവൾ ബുദ്ധിമുട്ടുന്ന സമയം അവളെ അടിച്ച് ബോധം കെടുത്തി അവളെ കാറിന്റെ ഡിക്കിലേക്ക് വലിച്ചു കയറ്റിയിട്ട് അവിടുന്ന് അവര് കാറും എടുത്തു പോകുന്നു. അടുത്ത സീനിൽ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പോലീസ് അറിയുന്നു. തുടർന്ന് നായികയും അങ്ങനെ അവിടെ വന്ന ആ സിറ്റുവേഷൻ എല്ലാം കണ്ടപ്പോൾ തന്നെ നായികയ്ക്ക് മനസ്സിലായി ഇത് ചെയ്തിരിക്കുന്നത് ജെമിയാണെന്ന്. ജെമിനെയോ പണക്കാരി ലേഡിനെയും കാണാതായപ്പോ തന്നെ നായികയ്ക്ക് മനസ്സിലായി ജെമി അവരെ ആക്രമിക്കുന്നതിന് മുമ്പ് അവർ ജെമീനെ ആക്രമിച്ചുവെന്ന്, ഇവിടെ നമ്മളെ കടത്തിക്കൊണ്ടുപോയെന്ന്. ഇപ്പൊ ജെമി അവരുടെ കസ്റ്റഡിയിലാണുള്ളതെന്ന്. അങ്ങനെ ഇപ്പൊ നായിക ജെമീനെ കണ്ടുപിടിക്കാനുള്ള അന്വേഷണം എല്ലാം തുടങ്ങുന്നു. അതേസമയം ജെമീനെ പിടിച്ചോണ്ട് പോയ പണക്കാരിനെ കാണിക്കുവാണ്. അവരിപ്പോ ഒരു സ്ഥലത്തേക്ക് അവളെ എത്തിച്ച് അവിടെ അവളെ കെട്ടിവെച്ച് അവളെ കൊടൂരമായിട്ട് ടോർച്ചർ ചെയ്തോണ്ടിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് ആ പണക്കാരി ലേഡി നായികനെ കോൾ ചെയ്യുന്നു. നിനക്കിപ്പോ എല്ലാം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ജെമീനെ ഞാനാണ് പിടിച്ചോണ്ട് വന്നത്, എന്നെ ശരിക്കും ഒന്ന് നട്ടം ചുറ്റിച്ച അവളെ ഞാനിപ്പോ കൊല്ലാക്കൊല ചെയ്തോണ്ടിരിക്കുവാണ്. ഇതെല്ലാം കേട്ട നായിക നൈസായിട്ട് ആ കോള് ട്രാക്ക് ചെയ്യുന്നു. എന്നിട്ട് ആ ലൊക്കേഷൻ കണ്ടുപിടിക്കുവാണ്. എന്നാൽ നായിക അവിടേക്ക് എത്തുന്നതിന് മുമ്പേ മറ്റൊരു കാര്യം സംഭവിച്ചു. ആ ലേഡി ലോക്കാക്കി വെച്ചിരിക്കുന്ന ജെമിയില്ലേ അവൾ അവിടുന്ന് എങ്ങനെയോ അവളുടെ കയ്യിലേക്ക് ഇട്ട് പിടിപ്പിക്കുന്നു. എന്നിട്ട് ആ ലേഡിനെ അവിടെ വെച്ച് ആക്രമിച്ച് കൊല്ലുന്നു. കുറച്ചേരം കഴിയുമ്പോഴേക്ക് അവിടേക്ക് നായിക റീച്ച് ആവുകയാണ്. ആ പണക്കാരി ലേഡീനെയും കൊന്ന് അങ്ങനെ ഇരിക്കുന്ന ജെമിനെ കണ്ടുകൊണ്ടാണ് നായിക അവിടേക്ക് വരുന്നത്. ഇനിയിപ്പോ നായികനെ കാണുന്ന ജെമി പറയുവാണ്, ഞാൻ എന്റെ പ്രതികാരം മുഴുവനായിട്ട് തീർത്തു, ഞാനിപ്പോ വളരെ ഹാപ്പിയാണ്. പക്ഷെ എന്റെ പ്രതികാരം തീർക്കുന്നതിന്റെ കൂട്ടത്തില് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്, ഒരു വലിയ അബദ്ധം. അത് നിങ്ങളുടെ ഭർത്താവിനെ കൊന്നു എന്നുള്ളതാണ്. സോ എന്തൊക്കെയാണെങ്കിലും അതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചേ തീരൂ. ഇങ്ങനെയും പറഞ്ഞ് ജെമി അവളുടെ കയ്യിലിരിക്കുന്ന ഒരു ഗണ്ണെടുത്ത് നായികയ്ക്ക് നേരെ നീട്ടുന്നു. എന്നിട്ട് ഇത് വെച്ച് ഇവിടെ വെച്ച് എന്നെ തീർക്കാൻ പറയുന്നു. ഇത് കേൾക്കുന്ന നായിക വേണ്ടാന്ന് പറയുന്നു, എനിക്ക് പറ്റത്തില്ല എന്ന് പറയുന്നു. എന്നാൽ ജെമി അവളെ കൊണ്ട് നിർബന്ധിച്ച് ആ കാര്യം അങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. അങ്ങനെ ജെമിയുടെ കഥയും തീരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഈ മൂവി? നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായോ? കുറച്ച് ലോജിക്കൽ മിസ്റ്റേക്സ് എല്ലാം ഉള്ള ഒരു മൂവിയായിരുന്നു ഇത്. എന്നാലും കണ്ടിരിക്കാൻ നല്ല ത്രില്ലിംഗ് ആയിരുന്നു. ഇനിയും നിങ്ങൾക്ക് വേണ്ടി പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോസ് കാണുന്ന നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.